ഭക്ഷണം കഴിച്ച ശേഷം വിഴിഞ്ഞത്ത് 2 പേർ മരിച്ച സംഭവത്തിൽ ഭക്ഷ്യവിഷബാധ അല്ലെന്ന് രാസപരിശോധനാ റിപ്പോർട്ട് പുറത്ത്. മരണകാരണം മറൈൻ ടോക്സിൻ ആകാമെന്നാണ് നിഗമനം. രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഹോട്ടൽ തുറക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 16-നായിരുന്നു വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കൊല്ലം നിലമേൽ സ്വദേശികളായ ഷാജി, ഭാര്യാമാതാവ് റാഷിദ ബീവി എന്നിവർ മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജീന ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമായി. ഭക്ഷ്യവിഷബാധ കാരണമാണ് ഇരുവരുടെയും മരണം സംഭവിച്ചതെന്ന ആരോപണമുയർന്നതോടെ അസ്മാക് എന്ന ഹോട്ടൽ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 മാസങ്ങൾക്കിപ്പുറം പുറത്തുവന്ന രാസപരിശോധനാ റിപ്പോർട്ടിൽ മീൻമുട്ടയിലെ മറൈൻ ടോക്സിനാകാം കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കുടുംബത്തിലെ എല്ലാവരും ഒരേ മീനാണ് കഴിച്ചത്. ഹോട്ടലിലെ ഭക്ഷ്യവസ്തുക്കളും വെള്ളവുമടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവയിലൊന്നും തന്നെ ബാക്ടീരിയയെ കണ്ടെത്താനും കഴിഞ്ഞില്ല. മീൻ വാങ്ങിയ തമിഴ്നാട്ടിലടക്കം സാമ്പിൾ പരിശോധനകൾ നടത്തിയിരുന്നു. ഇവിടെയൊന്നും തന്നെ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുടുംബം കഴിച്ച ഭക്ഷണത്തിന് സാമ്പിൾ ലഭിച്ചില്ലെന്നും രാസപരിശോധനാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഹോട്ടലിലെ വെള്ളം, ജീവനക്കാരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ബില്ലുകളെല്ലാം കൃത്യമാണ്. അതിനാൽ ഹോട്ടൽ തുറക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകി. ജനം, തിരുവനന്തപുരം. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡുംഡുമിൽ BJP റാലിയെ അഭിസംബോധന ചെയ്യുന്നു. തത്സമയം